പ്രിയമുള്ളവരെ, ജീവിതത്തിന്റെ ഭാരങ്ങൾ ചുമന്ന് തളർന്നു നിൽക്കുന്നവർക്കും ലോകത്തിന്റെ മാറ്റങ്ങൾ കണ്ടു ഭയപ്പെടുന്നവർക്കും ആശ്വാസമേകുന്ന ഒരു പുരാതന ചരിത്രം ഞാൻ നിങ്ങൾക്കായി പങ്കുവയ്ക്കാം. ഇത് ദൂരെയുള്ള ബാബിലോൺ എന്ന ദേശത്ത് വർഷങ്ങൾക്ക് മുൻപ് നടന്ന കഥയാണ്. നാടും വീടും നഷ്ടപ്പെട്ട് അന്യദേശത്ത് അടിമകളായി കഴിയേണ്ടി വന്ന ഒരു കൂട്ടം യുവാക്കളുടെയും അവരിലൂടെ ദൈവം ലോകത്തിന് നൽകിയ വലിയ വെളിപാടുകളുടെയും കഥയാണിത്. പണ്ട് ക്രിസ്തുവിനും 6 നൂറ്റാണ്ടുകൾക്ക് മുൻപ് യഹൂദരാജ്യം വലിയ പ്രതിസന്ധിയിലായിരുന്നു. ഈജിപ്തിലെ ഭറവോനും ബാബിലോണിലെ രാജാവായ നെബൂക്കദ്നേസറും തമ്മിലുള്ള യുദ്ധങ്ങൾക്കിടയിൽ യഹൂദയിലെ രാജാക്കന്മാർ തകർന്നുപോയി. ഒടുവിൽ നെബൂക്കദ്നേസർ യെരൂശലേം കീഴടക്കി അവിടുത്തെ ദൈവാലയത്തിലെ പൊന്നും വിലപിടിപ്പുള്ള വസ്തുക്കളും കൈക്കലാക്കി. എന്നാൽ വെറും പൊന്നുമാത്രമല്ല അവൻ കൊണ്ടുപോയത്. യഹൂദയിലെ രാജവംശത്തിൽപ്പെട്ട ബുദ്ധിമാന്മാരും സുന്ദരന്മാരായ യുവാക്കളെയും അവൻ ബാബിലോണിലേക്ക് പിടിച്ചുകൊണ്ടുപോയി. ആ കൂട്ടത്തിൽ 12 വയസ്സുമാത്രമുണ്ടായിരുന്ന ദാനിയേൽ എന്ന ഒരു ബാലനുണ്ടായിരുന്നു. അവനോടൊപ്പം അവന്റെ കൂട്ടുകാരായ ഹനന്യാവ്, മിഷായേൽ, അസര്യാവ് എന്നിവരുമുണ്ടായിരുന്നു. ബാബിലോണിലെത്തിയ ദാനിയേലിന്റെയും കൂട്ടുകാരുടെയും പേര് രാജാവ് മാറ്റി. ദാനിയേലിന് ബെൽത്ത്ശസ്സർ എന്നും ഹനന്യാവിന് ഷദ്രക് എന്നും മിഷായേലിന് മേശക് എന്നും അസര്യാവിന് അബേദ്നെഗോ എന്നും പേരിട്ടു. അവരുടെ ഭാഷയും വേഷവും ചിന്തയും മാറ്റി ബാബിലോണിന്റെ അടിമകളാക്കി മാറ്റുകയായിരുന്നു രാജാവിന്റെ ലക്ഷ്യം. എന്നാൽ ആ യുവാക്കൾ തങ്ങളുടെ ഹൃദയത്തിൽ ഒരു തീരുമാനമെടുത്തു. ലോകം മാറിയാലും തങ്ങളുടെ ദൈവത്തോടുള്ള വിശ്വസ്തത അവർ മാറ്റില്ല. രാജാവിന്റെ കൊട്ടാരത്തിൽ അവർക്ക് നൽകിയിരുന്ന ഭക്ഷണം വിഗ്രഹങ്ങൾക്കർപ്പിച്ചതും ദൈവകൽപ്പനകൾക്ക് വിരുദ്ധവുമായിരുന്നു. അതിനാൽ രാജകീയ വിഭവങ്ങൾ കഴിച്ച് തങ്ങളെ തന്നെ അശുദ്ധരാക്കാൻ അവർ വിസമ്മതിച്ചു. 10 ദിവസം വെറും പച്ചക്കറിയും വെള്ളവും മാത്രം കഴിച്ച് തങ്ങളെ പരിശോധിക്കാൻ അവർ കൊട്ടാര വിചാരകനോട് ആവശ്യപ്പെട്ടു. 10 ദിവസം കഴിഞ്ഞപ്പോൾ രാജകീയ ഭക്ഷണം കഴിച്ച മറ്റു യുവാക്കളെക്കാൾ ആരോഗ്യവും തേജസ്സും ദാനിയേലിനും കൂട്ടുകാർക്കുമുണ്ടെന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടു. അങ്ങനെ ബാബിലോണിന്റെ സുഖസൗകര്യങ്ങൾക്കിടയിലും ദൈവത്തിൽ ആശ്രയിച്ച് അവർ മുന്നേറി. കുറച്ചുകാലം കഴിഞ്ഞപ്പോൾ നെബൂക്കദ്നേസർ രാജാവിന് ഒരു സ്വപ്നം അലട്ടാൻ തുടങ്ങി. താൻ കണ്ട സ്വപ്നമെന്താണെന്നും അതിന്റെ അർത്ഥമെന്താണെന്നും അവൻ തന്റെ മന്ത്രവാദികളോടും ജ്യോതിഷികളോടും ആവശ്യപ്പെട്ടു. സ്വപ്നം രാജാവ് പറയുകയാണെങ്കിൽ ഞങ്ങൾ അർത്ഥം പറയാം എന്നവർ പറഞ്ഞെങ്കിലും സ്വപ്നവും അർത്ഥവും പറഞ്ഞില്ലെങ്കിൽ അവരെ വധിക്കുമെന്ന് രാജാവ് കൽപ്പിച്ചു. ആർക്കും അതിന് സാധിക്കാതെ വന്നപ്പോൾ ദാനിയേൽ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവം ദാനിയേലിന് ആ രഹസ്യം വെളിപ്പെടുത്തിക്കൊടുത്തു. ദാനിയേൽ രാജാവിന്റെ മുൻപിൽ ചെന്ന് ആ സ്വപ്നം വിവരിച്ചു. ഒരു വലിയ പ്രതിമയെക്കുറിച്ചായിരുന്നു ആ സ്വപ്നം. അതിന്റെ തല തങ്കം കൊണ്ടും നെഞ്ചും കൈകളും വെള്ളികൊണ്ടും വയറും തുടകളും വെങ്കലം കൊണ്ടും കാലുകൾ ഇരുമ്പുകൊണ്ടും നിർമ്മിച്ചതായിരുന്നു. പാദങ്ങളാടട്ടെ ഇരുമ്പും കളിമണ്ണും കലർന്നവയായിരുന്നു. പെട്ടെന്നൊരു കല്ല് ഉരുണ്ടുവരികയും പ്രതിമയുടെ പാദങ്ങളിലടിച്ച് അതിനെ തകർക്കുകയും ചെയ്തു. ആ കല്ല് വളർന്ന് ഒരു വലിയ പർവ്വതമായി മാറി ലോകം മുഴുവൻ നിറഞ്ഞു. ലോകചരിത്രത്തിൽ വരാനിരിക്കുന്ന സാമ്രാജ്യങ്ങളെക്കുറിച്ചായിരുന്നു ആ സ്വപ്നം എന്ന് ദാനിയേൽ വിശദീകരിച്ചു. ബാബിലോൺ എന്ന സ്വർണ്ണത്തലയ്ക്ക് ശേഷം വെള്ളി പോലെയുള്ള പേർഷ്യൻ സാമ്രാജ്യവും വെങ്കലം പോലെയുള്ള ഗ്രീക്ക് സാമ്രാജ്യവും ഇരുമ്പ് പോലെയുള്ള റോമൻ സാമ്രാജ്യവും വരുമെന്ന് അവൻ പറഞ്ഞു. എന്നാൽ ഒടുവിൽ ദൈവം തകർക്കപ്പെടാത്ത ഒരു നിത്യരാജ്യം സ്ഥാപിക്കുമെന്നും അത് ലോകം മുഴുവൻ വ്യാപിക്കുമെന്നും ദാനിയേൽ പ്രവചിച്ചു. ദാനിയേലിന്റെ ജ്ഞാനം കണ്ട് ആശ്ചര്യപ്പെട്ട രാജാവ് അവനെ വലിയ അധികാരങ്ങളിൽ നിയമിച്ചു. എങ്കിലും അഹങ്കാരം നെബൂക്കദ്നേസറെ വിട്ടുമാറിയില്ല. അവൻ തന്റെ തന്നെ ഒരു വലിയ സ്വർണ്ണപ്രതിമ നിർമ്മിക്കുകയും എല്ലാവരും അതിനെ വണങ്ങണമെന്ന് കൽപ്പിക്കുകയും ചെയ്തു. വണങ്ങാത്തവരെ എരിയുന്ന തീച്ചൂളയിലിടുമെന്നായിരുന്നു ഭീഷണി. എന്നാൽ ശദ്രക്കും മേശക്കും അബേദ്നെഗോയും ആ പ്രതിമയെ വണങ്ങാൻ വിസമ്മതിച്ചു. കുപിതനായ രാജാവ് അവരെ തീച്ചൂളയിലേക്ക് എറിഞ്ഞു. എന്നാൽ അതിശയിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് അവിടെ കണ്ടത്. തീച്ചൂളയ്ക്കുള്ളിൽ 3 പേർക്ക് പകരം 4 പേർ നടക്കുന്നു. 4-മത്തെയാൾ ഒരു ദൈവപുത്രനെ പോലെയുണ്ടായിരുന്നു. അവരുടെ ഒരു മുടി പോലും കരിഞ്ഞില്ല. ഇത് കണ്ട് അത്ഭുതപ്പെട്ട രാജാവ് ദൈവത്തെ സ്തുതിക്കുകയും അവരെ രക്ഷിക്കുകയും ചെയ്തു. പിന്നീടൊരിക്കൽ രാജാവ് മറ്റൊരു സ്വപ്നം കണ്ടു. ആകാശത്തോളം വളർന്ന ഒരു വലിയ മരം വെട്ടിവീഴ്ത്തപ്പെടുന്നതായിരുന്നു അത്. അതിന്റെ അർത്ഥവും ദാനിയേൽ പറഞ്ഞുകൊടുത്തു. രാജാവിന്റെ അഹങ്കാരം നിമിത്തം അവൻ തന്റെ ബോധം നഷ്ടപ്പെട്ട് 7 വർഷം മൃഗങ്ങളെപ്പോലെ കാട്ടിൽ കഴിയേണ്ടി വരും. ദാനിയേൽ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. ഒടുവിൽ
തന്റെ അഹങ്കാരം വെടിഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തിയപ്പോൾ രാജാവിന് തന്റെ ബോധവും രാജ്യവും തിരികെ ലഭിച്ചു. വർഷങ്ങൾ കടന്നുപോയി. നെബൂഖദ്നേസറുടെ കൊച്ചുമകൻ ബെൽഷസർ രാജാവായി. അവനൊരു വലിയ വിരുന്നൊരുക്കി യെരൂശലേമിലെ ദൈവാലയത്തിൽ നിന്ന് കൊണ്ടുവന്ന പാത്രങ്ങളിൽ മദ്യമൊഴിച്ചു കുടിക്കുകയും വിഗ്രഹങ്ങളെ വണങ്ങുകയും ചെയ്തു. അപ്പോൾ ഭയങ്കരമായ ഒരു കാഴ്ചയുണ്ടായി. ഒരു മനുഷ്യക്കൈ പ്രത്യക്ഷപ്പെട്ട് കൊട്ടാരത്തിന്റെ ചുവരുകളിൽ ചില വാക്കുകൾ എഴുതി. ഭയന്നുപോയ രാജാവ് ദാനിയേലിനെ വിളിച്ചുവരുത്തി. ആ വാക്കുകളുടെ അർത്ഥം ദാനിയേൽ ഇപ്രകാരം പറഞ്ഞു: ദൈവം നിന്റെ രാജ്യത്തിന്റെ ദിവസങ്ങൾ എണ്ണി തിട്ടപ്പെടുത്തിയിരിക്കുന്നു. നിന്നെ തുലാസിൽ തൂക്കിനോക്കി കുറവുള്ളവനായി കണ്ടിരിക്കുന്നു. നിന്റെ രാജ്യം പേർഷ്യക്കാർക്ക് നൽകപ്പെടും. അന്നു രാത്രി തന്നെ ബെൽഷസർ കൊല്ലപ്പെടുകയും ബാബിലോൺ സാമ്രാജ്യം തകരുകയും ചെയ്തു. അടുത്തതായി വന്ന രാജാവായ ദാര്യവേശും ദാനിയേലിനെ ആദരിച്ചിരുന്നു. എന്നാൽ ദാനിയേലിനെ അസൂയയോടെ കണ്ട ചില ഉദ്യോഗസ്ഥർ ഒരു ചതിയൊരുക്കി. 30 ദിവസത്തേക്ക് രാജാവിനെയല്ലാതെ മറ്റൊരു ദൈവത്തെയോ മനുഷ്യനെയോ ആരാധിക്കാൻ പാടില്ലെന്ന് അവർ ഒരു നിയമമുണ്ടാക്കി. ദാനിയേൽ തന്റെ പതിവുപോലെ 3 നേരം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് തുടർന്നു. നിയമം ലംഘിച്ച ദാനിയേലിനെ രാജാവിനിഷ്ടമില്ലാതിരുന്നിട്ടും സിംഹങ്ങളുടെ ഗുഹയിലിടേണ്ടി വന്നു. എന്നാൽ സിംഹങ്ങൾ ദാനിയേലിനെ ഒന്നും ചെയ്തില്ല. പിറ്റേന്ന് രാവിലെ സന്തോഷത്തോടെ രാജാവ് ദാനിയേലിനെ പുറത്തെടുത്തു. ദൈവത്തിൽ വിശ്വസിച്ചതിനാൽ അവൻ രക്ഷിക്കപ്പെട്ടു. ദാനിയേലിന്റെ ജീവിതം വെറും അത്ഭുതങ്ങളുടെ കഥ മാത്രമല്ല, വരാനിരിക്കുന്ന ലോകത്തിന്റെ ഭാവിയെക്കുറിച്ചുള്ള വലിയ ദർശനങ്ങളുടേതു കൂടിയായിരുന്നു. 4 വലിയ മൃഗങ്ങൾ കടലിൽ നിന്നുയർന്നുവരുന്നതും അവ ലോകരാജ്യങ്ങളെ സൂചിപ്പിക്കുന്നതും അവൻ ദർശനത്തിൽ കണ്ടു. ക്രൂരമായ ആ മൃഗങ്ങളുടെ ഭരണത്തിനു ശേഷം മനുഷ്യപുത്രനെപ്പോലെയുള്ള ഒരാൾ മേഘങ്ങളിന്മേൽ വരുന്നത് ദാനിയേൽ കണ്ടു. ലോകത്തിന്റെ സകല തിന്മകളെയും തകർത്ത് നീതിയുള്ള ഒരു രാജ്യം സ്ഥാപിക്കാൻ പോകുന്ന ദൈവത്തിന്റെ രക്ഷകനായിരുന്നു അത്. തന്റെ ജനത്തിന്റെ കഷ്ടതകളിൽ മനം നൊന്ത് ദാനിയേൽ പ്രാർത്ഥിച്ചപ്പോൾ ഗബ്രിയേൽ എന്ന ദൂതൻ അവനു പ്രത്യക്ഷപ്പെട്ടു. പാപം നീക്കുവാനും നിത്യമായ നീതി കൊണ്ടുവരുവാനും അഭിഷിക്തനായൊരു രാജാഹു വരുമെന്നും അതിനായി 70 ആഴ്ചവട്ടങ്ങൾ അഥവാ വലിയൊരു കാലഘട്ടം നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ടെന്നും ദൂതൻ അറിയിച്ചു. ഇത് ലോകചരിത്രത്തിന്മേൽ ദൈവത്തിനുള്ള പൂർണ്ണമായ അധികാരത്തെയാണ് കാണിക്കുന്നത്. വാർദ്ധക്യത്തിലും ദാനിയേൽ വിശ്വസ്തനായി തുടർന്നു. ബാബിലോണിലെയും പേർഷ്യയിലെയും രാജാക്കന്മാരുടെ കൊട്ടാരങ്ങളിൽ സേവനം ചെയ്യുമ്പോഴും അവന്റെ ഹൃദയം തന്റെ യഥാർത്ഥ ദൈവരാജ്യത്തിലായിരുന്നു. ലോകശക്തികൾ എത്ര വലിയവരാണെന്ന് തോന്നിപ്പിച്ചാലും അവയെല്ലാം ദൈവത്തിന്റെ മുൻപിൽ വെറും പൊടിപടലങ്ങൾ മാത്രമാണെന്ന് അവൻ മനസ്സിലാക്കി. ഈ കഥ നമ്മോട് പറയുന്നതൊന്നേ ഉള്ളൂ: ലോകം എത്രമാത്രം തകർച്ചയിലാണെന്ന് തോന്നിയാലും അധികാരികൾ എത്ര വലിയവരായാലും സർവ്വലോകത്തെയും നിയന്ത്രിക്കുന്ന ഒരു ദൈവമുണ്ട്. തളർന്നുപോയവർക്കും പീഡിപ്പിക്കപ്പെടുന്നവർക്കും വേണ്ടിയാണ് ഈ ദാനിയേലിന്റെ ചരിത്രം എഴുതപ്പെട്ടിരിക്കുന്നത്. സിംഹക്കുഴിയിലോ തീച്ചൂളയിലോ ആയാലും ദൈവത്തിൽ വിശ്വസിക്കുന്നവരെ അവൻ കൈവിടില്ല. അവസാനം എല്ലാ തിന്മകളും അവസാനിക്കും. നീതിയുള്ള ദൈവരാജ്യം എന്നേക്കുമായി സ്ഥാപിക്കപ്പെടും. ദാനിയേലിനെപ്പോലെ നമുക്കും വിശ്വസ്തരായിരിക്കാം. കാരണം ചരിത്രത്തിന്റെ നിയന്ത്രണം ദൈവത്തിന്റെ കൈകളിലാണ്.